സുഹൃത്തുക്കളെ, നാളെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമെന്ന് ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കേണ്ട ചില ചോദ്യങ്ങൾ. അതിൽ 3 മാർക്കിൻ്റെ ചോദ്യം വെച്ച് നമുക്ക് തുടങ്ങാം. 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാൻ ഉറപ്പുള്ള ചില ചോദ്യങ്ങൾ. അതിലൊന്നാമത്താണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരം. പരീക്ഷ തുടങ്ങിയ കാലം മുതലേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരം? പ്രധാനമായിട്ടും 3 വിവേചനാധികാരങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? മന്ത്രിസഭ നൽകുന്ന നിർദ്ദേശങ്ങൾ പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കാം, വീറ്റോ അധികാരം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ ആര് പ്രധാനമന്ത്രിയാവണമെന്ന്, അല്ലെങ്കിൽ ആര് ഭരിക്കണം, ആര് പ്രധാനമന്ത്രിയാവണമെന്ന് തീരുമാനിക്കാം. ഈ 3 രാഷ്ട്രപതിയുടെ വിവേചനാധികാരം. ഇത് കൃത്യമായിട്ട് പഠിക്കണം. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. പിന്നെ 3 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഭരണഘടന ഭേദഗതി ചെയ്യുന്ന രീതികൾ. നമുക്ക് എത്ര രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം? ഒരേ സമയം അത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്, എന്നാൽ 4 മാർക്കിൻ്റെ ചോദ്യം കൂടിയാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, രീതികൾ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് 3 മാർക്കിനായിരിക്കും. എന്നാൽ അതിൻ്റെ കൂടെ വകുപ്പും കൂടെ ചോദിക്കുകയാണെങ്കിലാണ് ഇത് 4 മാർക്കിലേക്ക് പോവുക. അപ്പോൾ 2 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എത്ര രീതിയിൽ ഭേദഗതി ചെയ്യുന്ന അറിയണം, ആ ഭേദഗതി ചെയ്യാൻ പറയുന്ന വകുപ്പ് ഏതാണെന്നുള്ളത് അറിയണം. പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുക. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടിയുള്ള ഭേദഗതി. ഇതാണ് 3 രീതിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാവുന്ന രീതികൾ. ഇനി ഇതിൻ്റെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, വകുപ്പ് 368 ആർട്ടിക്കിൾ 368. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആ വകുപ്പ് ഏതാണെന്നും കൂടെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അത് എഴുതുക. പിന്നെ വരുന്നൊരു ചോദ്യമാണ് റിട്ടുകൾ. റിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ്ങിൽ വരുന്നൊരു ചോദ്യമാണ് റിട്ട്. റിട്ട് 3 രീതിയിലാണ് ചോദിക്കുക. ഒന്നെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ളൊരു 3 റിട്ടുകളുടെ പേര് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു പദസൂര്യൻ തന്നു കഴിഞ്ഞ് മോഡൽ എക്സാമിനൊക്കെ ചോദിച്ച പോലെ തന്നെ ഒരു റിട്ട് തന്ന് ബാക്കിയുള്ളത് നിങ്ങളോട് എഴുതി പൂരിപ്പിക്കാൻ പറയുക. അതും അല്ലെങ്കിൽ 2 റിട്ടിൻ്റെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അത് വിശദമാക്കാൻ പറയുക. അപ്പോൾ റിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ് റിട്ടുകൾ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറൻറ്റോ. ഇതിൽ ഒരു 1 വേർഡ് കൂടെ കിടക്കുന്നുണ്ട്. എന്താണ്? അന്യായമായി തടവിൽ വെക്കുന്നതിനെതിരെ ഉപയോഗിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഒരാളെ നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ ഉപയോഗിക്കുന്ന ഫയൽ ചെയ്യുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. ഒരു 3 മാർക്കിന് വരുന്ന ചോദ്യമാണത്. പിന്നെ 3 മാർക്കിന് വരുന്നത് ഭരണഘടനയുടെ വിമർശനങ്ങൾ. എന്തൊക്കെയാണ് ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനം? പഠിച്ചു വെക്കണം. സിവിൽ സർവീസിൻ്റെ വർഗീകരണവും പഠിച്ചു വെക്കണം. 4 മാർക്കിലേക്ക് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. സിവിൽ സർവീസ് 3 രീതിയിൽ വർഗീകരിച്ചിട്ടില്ലേ, തരംതിരിച്ചിട്ടില്ലേ? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അതിൽ ഓരോന്നിനും ഉദാഹരണം പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ അഖിലേന്ത്യാ സർവീസിലാണ് IAS IPS ഒക്കെ വരുന്നത്. അതിൽ കേന്ദ്ര സർവീസിലേക്ക് വരുമ്പോൾ പോസ്റ്റൽ സർവീസ്, റെയിൽവേ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വരുന്നു. പിന്നെ സംസ്ഥാന സർവീസും വരുന്നു. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഇനി 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് വന്നാൽ, 4 മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമില്ല. കാരണം 4 മാർക്കിൻ്റെ ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കുക, 5, 4ലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മാറാം. അപ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പാഠത്തു നിന്ന് വരുന്ന ചോദ്യമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഈ ധർമ്മം എന്നുള്ളതിന് പകരം ചിലപ്പോൾ കർത്തവ്യം, ചുമതല എന്നുള്ള വാക്കുകളും ഉപയോഗിച്ചു എന്ന് വരാം. ഒന്നെങ്കിൽ ഭരണഘടനയുടെ ധർമ്മം, അല്ലെങ്കിൽ ഭരണഘടനയുടെ ചുമതല, അല്ലെങ്കിൽ ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ്? ഭരണഘടന ഏകോപനം ഉറപ്പും നൽകുന്നു, തീരുമാനം എടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് പരിധി നിർണ്ണയിക്കുന്നു, സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും തീരുമാനിക്കുന്നു, ദേശീയ സത്വം, ഒരു മൗലിക സത്വം രൂപീകരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം. അത് ഉറപ്പായിട്ടും വരുന്നൊരു ചോദ്യമാണ്, ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു പാഠത്തിലേക്ക് നമ്മൾ വന്നാലോ, തെരഞ്ഞെടുപ്പിൽ വരുന്ന ചോദ്യങ്ങളാണ് കേവല ഭൂരിപക്ഷവും ആനുപാതികവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. കേവല ഭൂരിപക്ഷവും ആനുപാതികവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് പഠിച്ചു വെക്കണം. അത് കൃത്യമായിട്ട് പഠിക്കണം. ഈ കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് ആർക്ക് കിട്ടുന്നോ അയാൾ ജയിക്കുന്നു. അതാണ് കേവല ഭൂരിപക്ഷം. ഇന്ത്യയിൽ ഒരു 85% നമ്മൾ ഉപയോഗിക്കുന്നത് കേവല ഭൂരിപക്ഷമാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കും. എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷം സ്വീകരിച്ചത്? വൈ ഇന്ത്യ അഡോപ്റ്റ് FPTP? കാരണം കേവല ഭൂരിപക്ഷത്തിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് FPTP, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിക്കണം. എന്തുകൊണ്ട് ഇന്ത്യ കേവല ഭൂരിപക്ഷം തിരഞ്ഞെടുത്തു? ഒരു 5 പോയിൻ്റ് വളരെ സിമ്പിളായിട്ടുള്ള പഠിച്ചു വെച്ചാൽ മതി. അത് ലളിതമാണ്, ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിന് അനുയോജ്യമാണ്, അതിന് ജനപ്രതിനിധികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും, ദേശീയ താല്പര്യങ്ങൾക്ക് അനുയോജ്യമാണ്, ഒരു സുസ്ഥിര ഗവൺമെൻറ്റിന് ഇത് അനുയോജ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഒരു പോയിൻ്റ് എഴുതിയാൽ 1 മാർക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ ആ പാഠത്തിൽ ചോദിക്കുന്ന
ഒരു സ്ഥിരം വേട്ടമൃഗം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. ഇതില്ലാത്ത ഒരു ചോദ്യവും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഒരു 5 ചുമതല വളരെ ഭംഗിയായി വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുമതല പഠിക്കാം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു, തെരഞ്ഞെടുപ്പ് നടത്തുന്നു, ഫലം പ്രഖ്യാപിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് ചിഹ്നം നൽകുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നു, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ തർക്കങ്ങളുണ്ടായ പരിഹരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 5 എണ്ണം അത് പരീക്ഷയ്ക്ക് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നിർബന്ധമായിട്ടും പഠിച്ച് വെക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. പിന്നെ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് വന്നാൽ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ചുമതല? പ്രധാനമന്ത്രിയുടെ ചുമതല പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ യഥാർത്ഥ എക്സിക്യൂട്ടീവ്. എന്തുകൊണ്ടാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ കാരണം? എല്ലാവിധ യഥാർത്ഥ അധികാരങ്ങളും കൈയാളുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ആ പാഠത്തിൽ നോക്കേണ്ട ഒരു ചോദ്യമാണ്. ഇനി ജുഡീഷ്യറി എന്ന് പറയുന്നൊരു പാഠത്തിലേക്ക് വരൂ. ജുഡീഷ്യറി എന്ന് പറയുന്ന പാഠത്തിലേക്ക് വന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് ജുഡീഷ്യറിയുടെ ഘടന. ജുഡീഷ്യറിയുടെ ഘടന എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ത്രികോണം ഉണ്ടല്ലോ, ഒരു ത്രികോണാകൃതിയിൽ ഒരു പിരമിഡ് രൂപത്തിലാണ് ജുഡീഷ്യറിയുടെ ഘടന എന്ന് പറയുന്നത്. എന്താണ്? ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, കീഴ്ക്കോടതി. അപ്പോൾ ജുഡീഷ്യറിയുടെ ഘടന ചോദിച്ചു കഴിഞ്ഞാൽ ആ ത്രികോണം വരച്ചുകൊണ്ട് കൃത്യമായിട്ടത് നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് സംരക്ഷിക്കാൻ നമുക്ക് കഴിയുക? എങ്ങനെയാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക? അതിൻ്റെ പോയിൻറ്റ്സും ഒന്ന് ഓർത്ത് വെക്കണം. നിയമന രീതി, നിശ്ചിത ഔദ്യോഗിക കാലാവധി, ആ സാധനവും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാ വർഷവും ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്, ഈ വർഷവും വരുമെന്ന് ഉറപ്പുള്ളൊരു ചോദ്യമാണ്, എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? അതിൻ്റെ ഗുണദോഷ സഹിതം എഴുതുക എന്നാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? ഒരു മനുഷ്യാവകാശ ലംഘനം നടക്കുമ്പോൾ കോടതി ഗവൺമെൻറ്റിൻ്റെ മറ്റ് 2 ഘടകങ്ങളും ഇടപെടാതിരുന്നാൽ ജുഡീഷ്യറിക്ക് ഇടപെടാം. അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. ഇന്ത്യയിൽ അത് വളർന്നത് പൊതു താല്പര്യ ഹർജിയിലൂടെയാണ്. എന്താണ് പൊതു താല്പര്യ ഹർജി? ഒരു പ്രശ്നത്തിൽ ഇരയായി കഴിഞ്ഞാൽ ആ ഇരയ്ക്ക് മാത്രമല്ല, അയാൾക്ക് വേണ്ടി മറ്റുള്ളവർക്കും എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നക്കാരൻ തന്നെ പരാതി കൊടുക്കട്ടെ എന്ന് പറയില്ലേ? പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർക്കും കേസ് കൊടുക്കാം, അയാൾക്ക് വേണ്ടി കൊടുക്കാം. അതാണ് പൊതു താല്പര്യ ഹർജി. അതിലൂടെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം ഇന്ത്യയിൽ വളർന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് ഗുണങ്ങൾ? കോടതി കേസുകൾ സ്വീകരിക്കുന്ന രീതിയിൽ മാറ്റം വന്നു. ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഘടകങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാൻ തുടങ്ങി. സാമൂഹ്യ നീതി ഏറെക്കുറെ ഉറപ്പാക്കാൻ ഇത് സഹായിച്ചു. ഇനി അതിൻ്റെ ദോഷങ്ങളോ? കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു. ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഘടകങ്ങളുമായിട്ട് കോടതി തർക്കങ്ങളിലുണ്ടാവാൻ ഇത് കാരണമായി. അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം കൃത്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഉറപ്പായിട്ടും ആ പാഠത്തുനിന്ന് വരുന്നൊരു ചോദ്യമാണ് ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാര പരിധി. ഒരു 4 അധികാര പരിധികളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഉത്ഭവാധികാരം തന്നെയാണ് തനത് അധികാരം എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ റിട്ട് അധികാരം, അതുപോലെ അപ്പീൽ അധികാരം, ഉപദേശാധികാരം, ഇങ്ങനെ ഈ അധികാരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോകണം. ഉത്ഭവാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഫെഡറലിസത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത്. അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫെഡറലിസത്തിലെ തർക്കം സുപ്രീം കോടതി പരിഹരിക്കുന്നത് ഏത് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉത്ഭവാധികാരം അല്ലെങ്കിൽ തനത് അധികാരമാണ്. റിട്ട് അധികാരം എന്ന് പറഞ്ഞാൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ്. അതുപോലെ അപ്പീൽ അധികാരമോ, ഏറ്റവും ഉയർന്ന അപ്പീൽ അധികാരി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അതും 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇന്ത്യയിൽ ആരാണ് ഏറ്റവും ഉയർന്ന അപ്പീൽ അധികാരി? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചോദിക്കാൻ കാരണം? ഈ സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നതിൽ നിന്നാണ് ആ 1 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഉയർന്ന അപ്പീൽ അധികാരി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അത് അപ്പീൽ അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയാണ്. പിന്നെ ഉപദേശാധികാരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് ഉപദേശങ്ങൾ നൽകാം എന്നുള്ളതാണ്. അപ്പോൾ കോടതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യണം? പഠിച്ച് പോകണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്നൊരു പാഠത്തിലേക്ക് വരിക. 73, 74 ഭേദഗതികൾ. അതിന് 2 ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. 73, 74 ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങളും അതിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകളും. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾ തന്നെയാണ് സവിശേഷതകൾ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ സവിശേഷത എഴുതി വെച്ചാലും അത് ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് 73, 74 ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? മുമ്പ് ഗ്രാമസഭ ഇല്ലായിരുന്നു, ഇപ്പോൾ ഗ്രാമസഭ വന്നു. മുമ്പ് പരോക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു, ഇപ്പോൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പായി. മുമ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു. മുമ്പ് ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നു. ഈ വന്നു എന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ സവിശേഷതകളല്ലേ? അപ്പോൾ ഭേദഗതികളുടെ മാറ്റം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സവിശേഷതകൾ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇനി അതിൻ്റെ സവിശേഷത തന്നെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാം.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നു, അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ അതിന് മാറ്റം എന്ന് പറയുക. അപ്പോൾ അത് കൃത്യമായിട്ട് പറയണം. സവിശേഷത ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ എഴുതാം. സവിശേഷത ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 73-ാം ഭേദഗതി മാത്രമാണോ ചോദിച്ചതെന്ന് നോക്കുക. കാരണം 73-ാം ഭേദഗതിയെ നമ്മൾ പഞ്ചായത്ത് രാജ് എന്നറിയപ്പെടുന്നു. അത് ഗ്രാമപ്രദേശത്തിലുള്ള ഗവൺമെൻറ്റാണ്. അതിലാണ് ത്രിതല പഞ്ചായത്തും ഗ്രാമസഭയൊക്കെ വരിക. ഇനി 74ലേക്ക് വന്നാൽ അത് നഗരപാലികയാണ്, നഗരത്തിലെ ഗവൺമെൻറ്റാണ്. അവിടെ ഈ ഗ്രാമപഞ്ചായത്തും ഗ്രാമസഭയും ത്രിതല പഞ്ചായത്തും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ 73, 74 കൂടെ ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ത്രിതല പഞ്ചായത്തും ഗ്രാമസഭയും വെച്ച് ബാക്കിയുള്ളത് എല്ലാ സവിശേഷതയും നിങ്ങൾക്ക് എഴുതാം. അതല്ല 73 മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാം എഴുതാം. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടും കൂടെ ഒരുമിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ ഗ്രാമസഭയും ത്രിതല പഞ്ചായത്തും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സവിശേഷതകളും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഫെഡറലിസം എന്ന് പറയുന്നൊരു പാഠം നോക്കുക. അതിൽ 2 എസ്സേ ആണ് അതിന് വരാനുള്ള സാധ്യത. ഫെഡറലിസത്തിലെ സവിശേഷതകൾ ചോദിക്കാം, ഫെഡറലിസത്തിൻ്റെ തർക്കങ്ങളും ചോദിക്കാം. ഈ 2 ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ തർക്കമാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഹിൻറ്റുകൾ നിങ്ങൾക്ക് തരും. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ രീതിയിൽ തരാറുണ്ട് അതിൻ്റെ സൂചനകൾ. അപ്പോൾ ആ സൂചനകൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഫെഡറലിസത്തിലെ തർക്കങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൽ തർക്കങ്ങളുണ്ട്, ഗവർണറുടെ പങ്കും രാഷ്ട്രപതി ഭരണവും, അന്തർ സംസ്ഥാന പോരാട്ടം, സ്വയംഭരണത്തിനുള്ള ആവശ്യകത, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഫെഡറലിസത്തിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഫെഡറലിസത്തിൻ്റെ സവിശേഷതയും തർക്കവും. അതിൽ 5 മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഫെഡറലിസത്തിൽ നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റിന് കുറച്ച് കൂടുതൽ അധികാരങ്ങളുണ്ട്, സംസ്ഥാനത്തിനേക്കാൾ കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ്. അതിന് അങ്ങനെ പറയുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കണം. ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയാണ് കേന്ദ്രത്തിന് കൂടുതൽ അധികാരമുണ്ട്, ശക്തമായൊരു കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത്? അത് കൃത്യമായിട്ട് നോക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ നോട്ടുകളിലൊക്കെ ഉള്ളതാണ്. ഒന്ന് ഓർത്ത് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടും ചെയ്യും. എന്താണ് നമ്മൾ ഈ സംസ്ഥാനങ്ങളുടെ അതിർത്തി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അത് കാര്യങ്ങളൊക്കെ ആർക്കാണ്? ഈ കേന്ദ്രത്തിനാണ്. അത് കേന്ദ്രസഭ അല്ലെങ്കിൽ പാർലമെൻറ്റാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അധികാരമുള്ളത്. നമുക്കിപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം, അത്തരം കാര്യങ്ങളും കൂടുതൽ കൈയാളുന്നത് ഈ കേന്ദ്രത്തിന് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ കേന്ദ്രത്തിന് കുറച്ച് കൂടുതൽ അധികാരങ്ങൾ ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ശക്തമായൊരു കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇനി സമത്വം എന്ന് പറയുന്നൊരു പാഠത്തിലേക്ക് വരൂ. സമത്വം എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ കൂടുതൽ നോക്കി വെക്കേണ്ടത് എന്താണ്? ഒന്ന്, സമത്വത്തിൻ്റെ വിവിധ മാനങ്ങൾ. വിവിധ മാനം എന്ന് പറഞ്ഞാൽ വിവിധ തരം എന്നാണ് അർത്ഥം. അപ്പോൾ വിവിധ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയം. അത് കൃത്യമായിട്ട് നോക്കണം. സ്ഥിരമായിട്ട് തരുന്നൊരു ചോദ്യമാണ് സമത്വം എങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുക, നമുക്ക് എങ്ങനെ സമത്വം സ്ഥാപിക്കാം? അത് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ഒരു 3 മാർഗ്ഗങ്ങളുണ്ടല്ലോ, ആ 3 മാർഗ്ഗങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നീതിയിലേക്ക് വരിക. നീതി എന്ന് പറയുന്നത്, സാമൂഹ്യ നീതി എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് 2 കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ നോക്കി വെക്കേണ്ടത്. അതെന്തൊക്കെയാണ്? ഒന്ന്, നീതി സിദ്ധാന്തം എന്താണ്? നീതി സിദ്ധാന്തം വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. അത് 2 വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയുന്ന സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന സമൂഹം നീതി ഇല്ലാത്ത സമൂഹമായിരിക്കും. എന്നാൽ മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന സമൂഹം നീതി ഉള്ള സമൂഹമായിരിക്കും. അതാണ് നീതി സിദ്ധാന്തം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 2 പോയിൻറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന സമൂഹമാണ് എപ്പോഴും നീതിയുള്ള സമൂഹം. അതാണ് നീതി സിദ്ധാന്തത്തിൽ ജോൺ റോൾസൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു സമൂഹം നീതിയുള്ളതാവണമെങ്കിൽ എങ്ങനെയാവണം? അതുണ്ടാക്കുന്ന ആളുകൾ തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാതിരിക്കണം. ആ അറിയാതിരിക്കുന്ന സാഹചര്യത്തിനെയാണ് അദ്ദേഹം ഒരു പേര് വിളിച്ചത്, എന്ത്? അജ്ഞതയുടെ മൂടുപടം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നീതി സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയുന്ന സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന സമൂഹം നീതിയുള്ള സമൂഹമല്ല, അത് അനീതിയുടെ സമൂഹമാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന സമൂഹമാണെങ്കിൽ അത് നീതിയുള്ള സമൂഹമായിരിക്കും. ആ അറിയാതിരിക്കുന്ന സാഹചര്യത്തിന് അദ്ദേഹം വിളിച്ച പേരാണ് വെയിൽ ഓഫ് ഇഗ്നറൻസ്, അല്ലെങ്കിൽ അജ്ഞതയുടെ മൂടുപടം. 1 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരുന്നതാണ്. ആരാണ് അജ്ഞതയുടെ മൂടുപടം എന്ന വാക്ക് ഉപയോഗിച്ചത്? അത് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കും. അത് കൃത്യമായിട്ട് പഠിക്കണം. നീതി സിദ്ധാന്തം ജോൺ റോൾസിൻ്റേതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ വരുന്ന ചോദ്യം, നമ്മൾ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് വന്നാൽ, മതേതരത്വത്തിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് പാശ്ചാത്യ മതേതരത്വം ഇന്ത്യൻ മതേതരത്വം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ 2ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. പാശ്ചാത്യ മതേതരത്വത്തിൽ വ്യക്തിക്കും സമുദായത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ മതേതരത്വത്തിൽ വ്യക്തിക്കാണ് പ്രാധാന്യം. പാശ്ചാത്യ മതേതരത്വത്തിൽ പരസ്പരം ഒഴിവാക്കുക എന്ന് പറയും. അവിടെ മതവും രാഷ്ട്രവും തമ്മിൽ ബന്ധമില്ല. എന്നാൽ ഇന്ത്യയിൽ ചെറിയ തോതിലുള്ളൊരു ബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റും. അനാവശ്യമായ ഇടപെടലല്ല, എന്നാലും മതത്തിൽ രാഷ്ട്രം ഇടപെടുന്നുണ്ട്. പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്രം
മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുമില്ല, ധനസഹായം അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇന്ത്യൻ മതേതരത്വത്തിലേക്ക് വന്നാൽ രാഷ്ട്രം ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിലൊരു വൺ വേർഡ് കൂടിയുണ്ട്, പരസ്പരം ഒഴിവാക്കൽ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഏത് മതേതരത്വമാണ്? പാശ്ചാത്യ മതേതരത്വമാണ്. എന്തുകൊണ്ടാണ്? പാശ്ചാത്യ മതേതരത്വത്തിൽ വ്യക്തിയും രാഷ്ട്രവും മതവും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും ഡൈവേഴ്സ് ചെയ്തു പോകുന്ന പോലെയാണ്. അതുകൊണ്ടാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. രണ്ടും പരസ്പരം വേർപെട്ടാണ് പോകുന്നത്. പിന്നെ അതിൽ നോക്കേണ്ട ഒരു സാധനമാണ് മതേതരത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്. വിമർശനം എസ്സേ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. 4 മാർക്ക് 5 മാർക്കിന് ഷുവറായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ സെക്കുലറിസവും വെസ്റ്റേൺ സെക്കുലറിസം, പാശ്ചാത്യ മതേതരത്വം, ഇന്ത്യൻ മതേതരത്വം, ഇവ തമ്മിലുള്ള വ്യത്യാസം. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ തത്വശാസ്ത്രം, ആ പാഠം പഠിക്കേണ്ടത്, ആ പാഠത്തിൻ്റെ പേര് തന്നെയാണ് ചോദ്യവും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഏതൊക്കെയാണ് രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളുള്ളത്? വ്യക്തി സ്വാതന്ത്ര്യം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അവർ അടിച്ചമർത്തുകയായിരുന്നു. ഇവിടുത്തെ പൗരന്മാർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഭരണഘടന നിർമ്മിച്ചപ്പോൾ അതിൽ മൗലികാവകാശമായിട്ട് നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം ഒരു ദിവസം കൊണ്ട് നമ്മൾ വെറുതെ എഴുതി ചേർത്തതല്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ഇത്രയ്ക്ക് ഒരു 100 വർഷത്തോളം നമുക്ക് കിട്ടാതിരുന്നൊരു കാര്യം, അതാണ് നമ്മൾ ആദ്യം ഉറപ്പാക്കിയത്. അങ്ങനെയാണ് വ്യക്തി സ്വാതന്ത്ര്യം ഇന്ത്യയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അതാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? സാമൂഹ്യ നീതി. ഭരണഘടന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും നീതി ഉറപ്പാക്കുന്നു. പിന്നെ ഫെഡറലിസം, 2 ഗവൺമെൻറ് ഉള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തിലുണ്ട്. വോട്ടവകാശം, 18 വയസ്സായ ഏതൊരാൾക്കും ജാതി മത നിറം വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ഭരണഘടനയുടെ തത്വശാസ്ത്രമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുന്നൊരു പാഠമുണ്ടല്ലോ, ആ പാഠത്തു നിന്ന് വരുന്നൊരു ചോദ്യമാണ്, നമ്മൾ എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അതെല്ലാ വർഷവും പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിക്കണം. എന്തിനാണ് രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്? നമ്മളെല്ലാവരും നാളത്തെ ഭാവി പൗരന്മാരാണ്. അപ്പോൾ നമുക്കിതിന് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പിന്നെ രാഷ്ട്രീയ മൂല്യങ്ങൾ പഠിക്കാൻ നമുക്കിത് സഹായകമാവും. നാളെ നമ്മളൊരു തൊഴിൽ സ്വീകരിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രാഷ്ട്രീയ മൂല്യങ്ങൾ പഠിക്കാം, യുക്തിചിന്ത വളരും, രാഷ്ട്രീയ ചിന്തകൾ വളരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളതിൽ പഠിച്ചു വെക്കണം. അത് കൃത്യമായിട്ട് ഇത്തരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കണം. വികസനം എന്ന് പറയുന്നൊരു പാഠം, ഏറ്റവും അവസാനത്തെ ഒരു പാഠമുണ്ടല്ലോ വികസനം. വികസനം എന്ന് പറയുന്ന പാഠത്തു നിന്ന് 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. വികസനത്തിൻ്റെ സാമൂഹിക ചെലവ്, വികസനത്തിൻ്റെ പാരിസ്ഥിതിക ചെലവ്, വികസനത്തിൻ്റെ ബദൽ മാതൃക. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഉറപ്പുവരുത്തേണ്ടത്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് വികസനത്തിൻ്റെ സാമൂഹികവും പാരിസ്ഥിതികമായിട്ടുള്ള ചിലവാണ്. സാമൂഹികം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വീട് നഷ്ടമാവുന്നു, തൊഴിൽ നഷ്ടമാവുന്നു, സംസ്കാരം നഷ്ടമാവുന്നു. പരിസ്ഥിതിയിലേക്ക് വരുമ്പോഴോ അതിൽ വായുമലിനീകരണം, ജലമലിനീകരണം, വനനശീകരണം, ആഗോളതാപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ സമാധാനം എന്ന് പറയുന്നൊരു പാഠമുണ്ട്. സമാധാനം എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ നോക്കേണ്ടത് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ. അത് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതൊന്നെങ്കിൽ കുറച്ചൊരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് ഘടനാപരമായ ഹിംസയുടെ രൂപം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് 4 മാർക്കിന് ചോദിക്കും, ഘടനാപരമായ ഹിംസയുടെ ഏതെങ്കിലും ഒരു 4 രൂപം എഴുതൂ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. വരുമെന്ന് ഉറപ്പുള്ള കുറേ ചോദ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എസ്സേയിലേക്ക് വരാം. എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? എസ്സേ ആയിട്ട് വരുമെന്ന് ഉറപ്പുള്ളൊരു ചോദ്യമാണ് മൗലികാവകാശം. അതെല്ലാ വർഷവും വരുന്നൊരു ചോദ്യമാണ്. മൗലികാവകാശത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 6 മൗലികാവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 6 നിങ്ങൾ ഭംഗിയായിട്ട് എഴുതി വെക്കണം. കാരണം പേപ്പർ നോക്കുന്ന ആൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നോക്കും. അതിനൊരു 1-2 മാർക്ക് ഉണ്ടാവും. അപ്പോൾ മൗലികാവകാശം എന്നുള്ളൊരു തലക്കെട്ടൊക്കെ കൊടുത്തിട്ട് ആദ്യം എന്താണ് മൗലികാവകാശം എന്ന് പറയാം. ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് മൗലികാവകാശം. ഭരണഘടനയുടെ ഭാഗം 3-ൽ 6 മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. അതൊരു ഇൻട്രൊഡക്ഷൻ ആയല്ലോ. അപ്പോൾ ചെറിയൊരു മാർക്ക് അങ്ങനെ കിട്ടും. പിന്നെ 6 മൗലികാവകാശം ഉണ്ട് നിങ്ങൾ പറയുന്നതോട് കൂടി തന്നെ നോക്കുന്ന ആൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് 6 അറിയാമെന്നുള്ളത്. പിന്നെ ഈ 6 നിങ്ങൾ ഓരോന്ന് എഴുതിയിട്ട് അതിനൊരു കുറച്ച് വിശദമായിട്ടുള്ളൊരു വിശദീകരണം കൂടെ കൊടുത്താൽ സംഗതി ഉഷാറായിട്ട് അതാണ്ട് തീരും. അപ്പോൾ 8 മാർക്ക്, 8-ൽ 8 മാർക്കും നിങ്ങൾക്ക് മൗലികാവകാശത്തിൽ കൂളായിട്ട് കിട്ടും. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും ഓരോ മൗലികാവകാശത്തിനും ഒരു എക്സ്പ്ലനേഷനും കൂടെ നിങ്ങൾ കൊടുക്കുക. സമത്വത്തിനുള്ള അവകാശം, അതിലുൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതിലുൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതുക. അങ്ങനെ കൃത്യമായിട്ട് എഴുതി പോയാൽ അത് ഭംഗിയായിട്ട് ആ മാർക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ട് പോരും. പിന്നെ എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് 73-74 ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകളാണ്. സവിശേഷത ചോദിച്ചാലും മാറ്റം ചോദിച്ചാലും രണ്ടും രണ്ട് തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല.
രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. 73, 74 ഭേദഗതികൾ കൊണ്ടുവന്ന സവിശേഷത ചോദിച്ചാലും മാറ്റം ചോദിച്ചാലും ആ മാറ്റങ്ങളെന്ന് പറഞ്ഞാലും സവിശേഷതയാണ്. കാരണം അതിലാണ് നമ്മൾ പറയുന്നത് എന്ത്, ത്രിതല പഞ്ചായത്ത്, അപ്പോൾ ഈ പറഞ്ഞ പോലെ സംവരണം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ് അവിടെയും വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഫെഡറലിസം നിങ്ങൾക്കൊരു എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. ഫെഡറലിസത്തിൽ ഒന്നെങ്കിൽ സവിശേഷതകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ആണ് ചോദിക്കുക. ഫെഡറലിസത്തിൻ്റെ സവിശേഷത അത്ര ഫോക്കസ് ചെയ്ത് ചോദിക്കലില്ല, കാരണം അത് എളുപ്പമാണെന്നുള്ളത് കൊണ്ട് തന്നെ അധികം അങ്ങനെ നോക്കലില്ല. എന്നാലും നിങ്ങളത് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ്വിഭരണ സംവിധാനം, 2 ഗവൺമെൻറ്റുകളുണ്ടാവും ഇന്ത്യയിൽ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും. അധികാര വിഭജനം, ഭരണഘടനാ അധികാരത്തിന് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പിന്നെ ഉള്ളതോ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ മേധാവിത്വം. ഇന്ത്യയിൽ ഏറ്റവും പരമോന്നത അധികാരം എന്ന് പറയുന്നത് എപ്പോഴും ഭരണഘടനയ്ക്കാണ്, അതിൻ്റെ മുകളിലെല്ലാം ഒന്നും. അപ്പോൾ ഭരണഘടനാ മേധാവിത്വം. പിന്നെ ഉള്ളതോ സ്വതന്ത്ര ജുഡീഷ്യൽ സംവിധാനം. ഫെഡറലിസത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ജുഡീഷ്യറി ഇവിടെ ഉണ്ടാകും. അതാണ് ഫെഡറലിസത്തിൻ്റെ സവിശേഷത. എന്നാൽ തർക്കങ്ങൾ ചോദിച്ചാലോ, തർക്കം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എപ്പോഴായാലും അതിൻ്റെ ഹിൻറ്റുകൾ, ആ സൂചനകൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അതിൽ ആണ് കേന്ദ്ര സംസ്ഥാന ബന്ധം, ഗവർണറുടെ പങ്കും രാഷ്ട്രപതി ഭരണവും, അതുപോലെ തന്നെ അന്തർ സംസ്ഥാന പോരാട്ടം പഠിക്കുമ്പോൾ അതിൽ നദീജല തർക്കങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്, അതുപോലെ അതിർത്തി തർക്കങ്ങൾ ആരൊക്കെ തമ്മിലാണെന്നുള്ളത് നോക്കണം. അത് ചിലപ്പോൾ 1 വേർഡായിട്ട് മാച്ച് ദ ഫോളോയിങ് വരും. കാവേരി നദീജല തർക്കം ആരൊക്കെ തമ്മിലാണ്, അങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. അതിർത്തി തർക്കങ്ങൾ ആരൊക്കെ തമ്മിൽ, നദീജല തർക്കങ്ങൾ ആരൊക്കെ തമ്മിൽ, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ വരാൻ സാധ്യതയുള്ളൊരു എസ്സേ ആണ് ദേശീയതയുടെ ഘടകം അല്ലെങ്കിൽ ദേശത്തിൻ്റെ ഘടകം. രണ്ടും ചോദിക്കാം, രണ്ടും ഒന്ന് തന്നെയാണ്. ഫാക്ടേഴ്സ് ഓഫ് നാഷണലിസം അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് നേഷൻ എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്തൊക്കെയാണ്? ഭൂപ്രദേശം, ചരിത്രം, അതുപോലെ തന്നെ പൊതുവായ രാഷ്ട്രീയ ആദർശം, രാഷ്ട്രീയ സത്വം തുടങ്ങിയ സാധനങ്ങൾ, അതും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. എസ്സേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വിശദീകരണം നിങ്ങളിതിന് കൊടുക്കണം. 4 മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. ഇനി 1 വേർഡുകൾ നോക്കുക നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു, ഏകദേശ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി. ഒരു വലിയ തോതിൽ ഒരു 70% അല്ലെങ്കിൽ 75 എബോവ് റിപ്പീറ്റഡ് ആയിട്ട് വരും എന്ന് ഉറപ്പുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള 1 വേർഡുകളിൽ സ്ഥിരമായിട്ട് വരും എന്ന് ഉറപ്പുള്ള ചില ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഭരണഘടന നിലവിൽ വന്നതെന്നാണ് ചോദിക്കലുണ്ട്. 1950 ജനുവരി 26 നിലവിൽ വന്നിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ച് തന്നെ മറ്റൊരു ചോദ്യം വരും, ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം എന്നാണ്. അത് എന്ന് പറയുന്നത് ഭരണഘടന എഴുതി തയ്യാറാക്കി കഴിഞ്ഞ ആ ദിവസത്തെയാണ്, നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം ആയിട്ട് ആചരിക്കുന്നത്. പിന്നെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേറെ എന്ത് ചോദ്യമാണ് വരിക? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അംബേദ്കർ ആണ്. പിന്നെ ആ പാഠത്തിൽ, 1ാമത്തെ പാഠത്തിൽ അവസാനം ഒരു ടേബിൾ ഉണ്ടല്ലോ, ഓരോ രാജ്യവും അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകളും, അത് കൃത്യമായിട്ട് നോക്കണം. അതെല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അമേരിക്കയിൽ നിന്ന് ഏതൊക്കെയാണ് കടമെടുത്തത്? മൗലികാവകാശം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ആമുഖം. അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്ന് ഏതാണ് കടമെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്ന് ഏതാണ് കടമെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അർദ്ധ ഫെഡറലിസം നമ്മൾ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അവസാനത്തെ ടേബിൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് മനുഷ്യാവകാശ ദിനം എന്നാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1 വേർഡ് കൂടെ വരും. UNDPയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് UNDP എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നൊരു 1 വേർഡാണ് മുഖ്യ തെരഞ്ഞെടുപ്പ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നറിയപ്പെടുന്നത് സുകുമാർ സെൻ ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ യുദ്ധത്തിനെ മഹത്വവൽക്കരിച്ച ചിന്തകൻ ആരാണ്? അതെല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു സാധനമാണ്. ഏത് ജർമ്മൻ ചിന്തകനാണ് യുദ്ധത്തിനെ മഹത്വവൽക്കരിച്ചത്? അതായത് സംഘർഷം, യുദ്ധം, ഇതൊക്കെ നല്ല കാര്യമാണ്, ഇതിലൂടെയാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്, നേട്ടങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞത് ഏത് ചിന്തകനാണ്? ഫ്രെഡറിക് നീഷെയാണ്. അത് ഓർത്ത് വെക്കണം. ആ പേര് നിങ്ങൾ അടിവരയിട്ട് ചുറ്റി ഒരു 4-5 റൗണ്ട് ഇട്ട് എന്നെ പഠിച്ചോളൂ. ഫ്രെഡറിക് നീഷെയാണ് യുദ്ധത്തിനെ മഹത്വവൽക്കരിച്ചത്. പിന്നെ പറഞ്ഞത് അജ്ഞതയുടെ മൂടുപടം. നമ്മൾ പറഞ്ഞല്ലോ, അജ്ഞതയുടെ മൂടുപടം ആരതാണ്? ജോൺ റോൾസിൻ്റെയാണ്. ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ആരതാണ്? ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടേതാണ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ് സാൻ സൂകിയുടേതാണ്.
മ്യാൻമാറിലെ ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഏറ്റവും വലിയൊരു വനിതയായിരുന്നു ആങ് സാൻ സൂകി എന്ന് പറയുന്നത്. ആങ് സാൻ സൂകിയുടെയാണ് ഭയത്തിൽ നിന്നുള്ള മോചനം. തമാശയ്ക്ക് കുട്ടികൾ പഠിക്കാൻ എളുപ്പത്തിൽ പറയലുണ്ട്, സൂകി എന്ന് പറയുമ്പോൾ അവർ സൂചി എന്ന് പഠിക്കും. അപ്പോൾ സൂചിയും ഭയവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സൂചി കണ്ടാൽ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സൂചി എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുമ്പോൾ തന്നെ ഭയമല്ലേ, അപ്പോൾ ഭയം സൂചി കാണുമ്പോഴായിരിക്കും. അപ്പോൾ സൂചിയാണ് എൻ്റെ ഉത്തരം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ചിലപ്പോൾ ഈ മലയാളത്തിൽ എഴുതുമ്പോൾ നടത്തം കൂടെ വരാറുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘ നടത്തം അത് ആരുതാന്ന് വെച്ചാൽ നെൽസൺ മണ്ടേലയുടേതാണ്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം, അത് കൃത്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, ചിലപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പകരം സ്പീക്കർ ആരാന്ന് ചോദിക്കും. അതിന് രാജ്യസഭയുടെ സ്പീക്കറിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതെപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പോൾ മലയാളത്തിൽ ചിലപ്പോൾ ഉപരാഷ്ട്രപതി എന്നുള്ളതിന് പകരം വൈസ് പ്രസിഡൻ്റ് എന്നായിരിക്കും, വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലെങ്കിൽ സ്പീക്കർ എപ്പോഴും ആരാണ്? ഉപരാഷ്ട്രപതി ആയിരിക്കും. അത് ഓർത്ത് വെക്കണം. പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന സിദ്ധാന്തം, ഘടന എന്നതിനെക്കുറിച്ച് പറഞ്ഞ കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. ആ കേസ് നിങ്ങൾ ഓർത്ത് വെക്കണം. കേശവാനന്ദ ഭാരതി കേസാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞത്. ആ കേസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവുമല്ലോ. കോടതി പറഞ്ഞ എന്താണ്? ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട്, ആ ഘടന മാറ്റം വരുത്തുന്ന ഒരു തരത്തിലുള്ള മാറ്റവും ഭരണഘടനയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. ഭരണഘടനയുടെ അടിസ്ഥാന സിദ്ധാന്തം, ഘടന ഇതിനെക്കുറിച്ച് പറഞ്ഞ കേസ് കേശവാനന്ദ ഭാരതി കേസാണ്. പിന്നെ വരുന്നത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? അത് വകുപ്പ് 32 അതായത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അത് അംബേദ്കറാണ് ആ മൗലികാവകാശം, 6ാമത്തെ മൗലികാവകാശമായ വകുപ്പ് 32 ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചിട്ടുള്ളത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 32. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 73ാം ഭേദഗതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പഞ്ചായത്തി രാജ്. 74 നഗരപാലിക. അതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും വിവാദമായ ഭേദഗതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിവാദമായ ഭേദഗതി 42ാം ഭേദഗതിയാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? 42ാം ഭേദഗതിയാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഭേദഗതി എന്നറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഇതാണ്. ഇന്ത്യയിൽ ഭരണഘടനയിൽ മൗലിക കടമകൾ, റഷ്യയിൽ നിന്നെടുത്ത മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഈ 42ാം ഭേദഗതിയാണ്. അപ്പോൾ ഈ ഭേദഗതിയാണ് ഏറ്റവും കൂടുതൽ പൊല്ലാപ്പുണ്ടാക്കിയ ഏറ്റവും വിവാദമായ ഭേദഗതി എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ 44ാമത്തെ ഭേദഗതിയാണ്. 42 വിവാദമായതും 44ാം ഭേദഗതിയാണ് സ്വത്തവകാശം ഒഴിവാക്കിയത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ഓരോ ടേബിളുകൾ ഉണ്ടായിരുന്നല്ലോ, കുറേ സംവിധായകരുടെയും അവരുടെ സിനിമകളുടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ കൃത്യമായിട്ടൊന്ന് നോക്കണം. അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് അത് കൃത്യമായിട്ട് നോക്കണം. അതും മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെയാണ് വരാറുള്ളത്. അല്ലെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് പുറത്ത് തരും, അതിൽ 3 ടേബിളും തരും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ ഏതൊക്കെയാണെന്ന് വിവരിച്ചോളൂ, തരം തിരുത്തി എഴുതിക്കോളൂ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. രാഷ്ട്രീയ അവകാശം ഏതാണ്, കൺകറൻറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ്, യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ്. യുദ്ധവും സമാധാനവും, ബാങ്കിങ്, പ്രതിരോധം, പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ, കേന്ദ്ര ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ജയിൽ, പോലീസ്, അതുപോലെ കൃഷി, പ്രാദേശിക ഗവൺമെൻറ്, അതുപോലെ പൊതുജനാരോഗ്യം ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ്. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടന ഈ 3 വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. പിന്നെ വരുന്ന ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവകാശങ്ങൾ തരും. അതിൽ ഏതൊക്കെയാണ് രാഷ്ട്രീയ അവകാശം, ഏതൊക്കെയാണ് പൗരാവകാശം, ഏതൊക്കെയാണ് സാമ്പത്തിക അവകാശം, അത് നിങ്ങളൊന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ അവകാശം പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനുള്ളൊരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ്, പാർട്ടി, ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ മിക്കവാറും, എല്ലാം എന്ന് പറയില്ല, മിക്കവാറും രാഷ്ട്രീയ അവകാശത്തിലാണ് വരിക. അതായത് തെരഞ്ഞെടുപ്പ്, പാർട്ടി, ഗവൺമെൻറ് ഈ 3ഉമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളിൽ ഒരു 80% രാഷ്ട്രീയ അവകാശമായിരിക്കും. ഉദാഹരണത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശം, അത് രാഷ്ട്രീയ അവകാശമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് വോട്ട്. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള അവകാശം അത് രാഷ്ട്രീയ അവകാശമാണ്, കാരണം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം, സാമ്പത്തികമായ അടിത്തറയുള്ള അവകാശങ്ങൾ സാമ്പത്തിക അവകാശത്തിൽ വരും. ജോലി ചെയ്യാനുള്ള അവകാശം, ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാനാണ്, വരുമാനം കിട്ടാനാണ്. അപ്പോൾ വരുമാനം പൈസ ആയതുകൊണ്ട് തന്നെ അത് സാമ്പത്തികത്തിൽ വരും. ജോലിക്കിടയിൽ വിശ്രമത്തിനുള്ള അവകാശം,
ജോലി ചെയ്യുമ്പോൾ വിശ്രമം വേണം. കാരണം വിശ്രമം ചെയ്താലേ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റും, എന്നാലേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പൈസയാണ്, സാമ്പത്തിക അവകാശമാണ്. ഇനി അതിൽ പെടാത്ത ചില റെയർ കേസുകളുണ്ട്. അതിലാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സ്വത്തവകാശം. സ്വത്തവകാശം ഒരേ സമയം അത് സാമ്പത്തിക അവകാശമാണ്, എന്നാൽ അതോടൊപ്പം തന്നെ അത് നിയമപരമായ അവകാശമാണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അതുപോലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പൗരാവകാശമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. വൺ വേർഡുകൾ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത് സ്ഥിരമായി വരും. ഒരു വലിയ ശതമാനം നിങ്ങൾക്ക് A+ലേക്ക് തന്നെ കയറി പോകാൻ ഏറ്റവും എളുപ്പത്തിൽ ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ സഹായകമാവും.